ചോദ്യം മേജർ സുധാകർ പിള്ളയോടാണ്. രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, അല്പം മുമ്പ് നമ്മൾ പുറത്തുവിട്ട വാർത്തയിലേക്ക് എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി കൺസിഡർഡ് ആസ് എ ഡയറക്റ്റ് വാർ, ആക്ട് ഓഫ് വാർ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഭാരത സർക്കാർ. ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയം കഴിഞ്ഞ് ഗൗതം അനന്തനാരായണൻ നൽകും. രണ്ട്, ജിഷ്ണു നേരത്തെ റേസ് ചെയ്തൊരു പോയിന്റ്, ഷെല്ലാക്രമണം തുടർക്കഥയാവുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഭാരത കരസേനയെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ചൊരു നേരിട്ടുള്ള എൻഗേജ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രകോപനമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കാരണം മറ്റ് എല്ലാ പ്രകോപനങ്ങളും നോക്കിയിട്ടും നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമായി ഇതിനെ നേരിടുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പല എയർബേസുകൾക്കും കനത്ത നാശം വരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അപ്പോൾ തങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു തന്ത്രത്തിനാണോ പാകിസ്ഥാന്റെ ശ്രമം? മേജർ സുധാകർ പിള്ള. പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യൻ കരസേനയെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളതല്ല. കാരണം അങ്ങനെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് നഷ്ടം. കാരണം നമ്മൾ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ് ഈ POK, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ നമ്മളുടേതാണ് എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാന് വളരെ നന്നായിട്ട് അറിയാം ഏതെങ്കിലും രീതിയിൽ കരസേനയെ അവർ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം അവർക്ക് കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു കരസേനയെ ആ രീതിയിൽ പ്രകോപിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ അവര് ഏത് രീതിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സിവിലിയൻസിനെ അല്ലെങ്കിൽ സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റ് അവരെ എത്രത്തോളം ചെയ്യാം, അവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള ഒരു പ്രകൃതിയിലേക്കാണ് അവർ പോകാനായിട്ടുള്ള കൂടുതൽ സാധ്യതയുള്ളത്. കാരണം അവർക്ക് ഇപ്പം നേരിട്ട് ഒരു മുഖാമുഖം യുദ്ധത്തിന് ഉള്ള തയ്യാറെടുപ്പ് അവർക്കില്ല, അതിനുള്ള സപ്പോർട്ട് അവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആ ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് അവർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുതിരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നു എന്ന ഒരു ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനേക്കാൾ ഉപരി പാകിസ്ഥാനിലെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അതായത് നമ്മൾ അവരുമായിട്ട് വളരെ യുദ്ധത്തിൽ ഇതുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ജനതയുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കരസേനയെ ഒരു കാരണവശാലും അവർക്ക് യുദ്ധത്തിലേക്ക് വലിച്ചു വെക്കാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ശ്രീ നരേന്ദ്രമോദിജി ഈ കാര്യത്തിൽ വളരെ ഉറച്ച തീരുമാനമെടുക്കും. കാരണം നമ്മുടെ അതിരുകളൊക്കെ വളരെ സ്ഥലങ്ങളിലും ഇപ്പോഴും അതായത് തീരുമാനിക്കപ്പെടാതെ കിടക്കുകയാണെന്നുള്ള. അപ്പൊ അതിനകത്ത് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന് ഇപ്പോൾ സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഏകദേശം 71 ശേഷം ഒരു തുറന്ന യുദ്ധം ചെയ്തിട്ടില്ല. അപ്പം നമ്മളിപ്പോ ചെയ്യുമ്പം അതിനോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അന്താരാഷ്ട്ര തലത്തില് ഒരു തീരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ മറ്റു രാജ്യങ്ങളെ കൊണ്ട് തന്നെ പാകിസ്ഥാനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഏകദേശം മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഏതാനും വർഷങ്ങളായിട്ട് നമ്മളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള റിലേഷൻസ് എല്ലാ രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.